ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഈ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോൾ മനസ്സിലായിണ്ടാവില്ല, എവിടേക്കെങ്കിലും പോകാനുള്ള തയ്യാറെടുപ്പാണ്. അതായിട്ട് നമ്മൾ കല്യാണത്തിന്റെ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. കല്യാണത്തിന്റെ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു. കല്യാണത്തിന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, കല്യാണം വേറെ ദിവസം, റിസപ്ഷൻ വേറെ ദിവസം, അങ്ങനെയായിരുന്നു. അപ്പൊ കല്യാണം 8-ാം തീയതി ആയിരുന്നു, റിസപ്ഷൻ എന്ന് പറയുന്നത് 9-ാം തീയതി. അങ്ങനെയായിട്ട് അവർ വെച്ചിരുന്നത്, കാരണം ഇത്രയും ദൂരം ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ വൈകുന്നേരമാണല്ലോ പിന്നെ റിസപ്ഷൻ. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. പിന്നെ അമ്മയും അച്ഛനും മക്കളും ഞാനും എല്ലാവരും കൂടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്തു. ഇപ്പൊ ഇതിൽ ആകെ മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്ന ചേട്ടനെയാണ് കേട്ടോ. ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം വരാതിരുന്നപ്പോ തന്നെ എല്ലാ പ്രോഗ്രാംസിനും എന്താ പറയാ ഭയങ്കര ഒരു മിസ്സിങ് നമുക്ക് ഫീൽ ചെയ്തു. കാരണം എല്ലാം ഫാമിലി ഫംഗ്ഷൻ ആയിരുന്നു. അപ്പൊ അതിനെല്ലാം റിസപ്ഷൻ ആണെങ്കിലും കല്യാണം ആണെങ്കിലും ഹൽദി ആണെങ്കിലും പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തു. അതിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നത് ദില്ല എവിടെ എന്നായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര മിസ്സിങ് ആയിട്ട് അപ്പൊ നമുക്ക് തോന്നിട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മള് റിസപ്ഷനാണ് പോകുന്നത്. റിസപ്ഷൻ നമ്മൾ ഓട്ടോ ആണ് കേട്ടോ ബുക്ക് ചെയ്തത്. നമുക്ക് അറിയുന്ന ചേട്ടനെയാണ്. അപ്പൊ ഓട്ടോ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇവിടെ കല്യാണം എന്ന് പറയുന്നത് പറവൂരാണ്, കുനമാവ് പറവൂര് സൈഡാണ് കേട്ടോ നമുക്ക് കല്യാണം വരുന്നത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ചെക്കന്റെ വീട് എറണാകുളം സൈഡും പെൺകുട്ടിയുടെ വീട് കോഴിക്കോട് സൈഡാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചെങ്കിൽ ഒരു 5 മണിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. 6 മണി 6:30ക്കാണ് ഒരു പ്രോഗ്രാം തുടങ്ങുന്നു പറഞ്ഞിരുന്നത് കേട്ടോ. നമ്മളൊരു 6 മണിയാകുമ്പോഴേക്ക് എത്തിയാണ്. നമ്മൾ നേരത്തെ എത്തണല്ലോ. എത്രയാണെങ്കിലും നമ്മള് ചെക്കന്റെ ബന്ധുക്കളല്ലേ, അപ്പൊ നമ്മൾ എന്തായാലും വേണം. നമ്മൾ പെണ്ണിന്റെ വീട്ടുകാർ വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാൻ അവിടെ വേണമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ എത്തിട്ടോ. 6 മണിയാകുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തി. അപ്പൊ അവിടെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാംസ് ഒക്കെ കേട്ടോ. അവർ സ്റ്റാർട്ടേഴ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉണ്ടായുള്ളൂ. സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഇവർ വെച്ചിരുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടായിരുന്നു. ജ്യൂസ് നമ്മൾ ഫസ്റ്റ് തന്നെ കുടിച്ചു. അവിടെ ഗ്രേപ്സിന്റെ ജ്യൂസ്, അതുപോലെ വാട്ടർമെലൺ ജ്യൂസ്, പിന്നെ മാംഗോ ജ്യൂസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ സ്റ്റാർട്ടേഴ്സ് എന്ന് പറയാൻ അവിടെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ നഗറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ സമൂസയാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ ധ്രുവയ്ക്കും തെച്ചതിനും ഇത് മാത്രം മതി കേട്ടോ. ഇത് തന്നെ ഒരു 5-6 പ്രാവശ്യം പോയി മേടിച്ചു. അപ്പൊ തന്നെ ഒരു വയറ് ഫുള്ളായിട്ട് അവരുടെ. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ എല്ലാവരും കൂടെ ഒന്ന് വെക്കുക. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം കാണുള്ളൂ. അപ്പൊ പലർക്കും അറിയില്ല ഇത് ആരാണ് എന്താണെന്ന് പോലും. കാരണം വല്ലപ്പോഴും കാണുന്നവരല്ലേ. കുട്ടികൾക്ക് പോലും പരസ്പരം ആരൊക്കെയാണ്, എത്ര തന്നെ നമ്മൾ ബന്ധുക്കൾ എന്ന് പറഞ്ഞു കൊടുത്താലും കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. പല കുട്ടികളെയും നമ്മൾ ആദ്യമായിട്ടാവും കാണുക കേട്ടോ. നമ്മളെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഞാൻ അവരെയൊക്കെ കാണുന്നത്. ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്, അച്ഛനും അമ്മയും ഞങ്ങളും മാത്രം. പിന്നെ നാത്തൂനും ഫാമിലിയും അവര് വേറെ ആയിട്ടാണ് വന്നത്. ഞങ്ങൾ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കും അവരും വന്നു. ചെക്കനും പെണ്ണും അതിന് മുന്നേ എത്തിയിരുന്നു കേട്ടോ. ചെക്കനും പെണ്ണെന്ന് വെച്ചാൽ പെണ്ണിന് ഫ്രോക്കായിരുന്നു, ഫുൾ ഫ്രോക്കായിരുന്നു കേട്ടോ. ലഹങ്ക ആയിരുന്നില്ല, ഫ്രോക്കായിരുന്നു. അത് നമുക്ക് കാണുമ്പോൾ ലഹങ്കയാണ് കേട്ടോ തോന്നുക. പക്ഷെ അത് ഫുൾ ഫ്രോക്കായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഫ്രോക്ക് കാണാൻ. ആഷ് കളറായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ ആഷ് കളറൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കൂടുതൽ നമ്മൾ ബ്രൈറ്റ് കളേഴ്സ് അല്ലേ കാണാറ്, പ്രത്യേകിച്ച് റിസപ്ഷനൊക്കെ എടുത്ത് കാണിക്കണം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓർഗാൻസ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ പോലും ഭയങ്കര പേസ്റ്റൽ കളേഴ്സ് ഒക്കെ അല്ലേ കാണാറുള്ളൂ. ഇതും എന്താ പറയാ പേസ്റ്റൽ കളർ തന്നെ, പക്ഷെ ഒരു ആഷ് ടൈപ്പ് ആട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. നമുക്ക് ഫോട്ടോസിലൊക്കെ കാണുമ്പോഴും അങ്ങനെ തന്നെയാട്ടോ തോന്നാം. ഫസ്റ്റ് തന്നെ ഇവിടെ ആങ്കർ വന്നിട്ട് രണ്ട് ഫാമിലിയിലും വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇവര് വിളക്ക് കൊളുത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ നല്ല ഫംഗ്ഷൻ ആയിരുന്നു. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മക്കൾക്കും അതെ, മക്കളാണെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മളുടെ കൺട്രോളിലേ അല്ല. ഇവർക്ക് എന്താ പറയാ, ഇങ്ങനെ സത്യം പറഞ്ഞാൽ അഴിച്ചിട്ട പോലെയായിരുന്നു. നമ്മൾ പറയില്ലേ, അവരുടെ ഇതില് ഫ്രീ ആയി വിട്ട പോലെയായിരുന്നു. ഫുൾ ടൈം ഓട്ടവും ചാട്ടവും ഇത് തന്നെയായിരുന്നു. നമുക്ക് സത്യം നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല കേട്ടോ. എത്ര തവണ ധ്രുവേരടുത്ത് അച്ഛൻ്റെ അടുത്തും പറഞ്ഞു അടങ്ങിയിരിക്കുന്നത്. പക്ഷെ എല്ലാവരും അപ്പൊ നമ്മളെ ചിത്രം കുട്ടികളല്ലേ, അങ്ങനെ വിട്ടോ നമുക്ക് പറഞ്ഞിട്ട് അവർ അത്രയും നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. കാരണം മക്കൾ വിശക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ പിന്നെ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഫുഡിന്റെയും അതിന്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഫുഡൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാനേ പറ്റിയില്ല കേട്ടോ. കാരണം മക്കളെ നോക്കണം, അവരവിടെ ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ കല്യാണത്തിന് വിളിച്ചാണ് നമ്മൾ അത്രയും നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാന്ന് പറയില്ല. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് കഴിക്കാനേ പറ്റിയില്ല. അത്രയധികം ഡിഷസ് കുറെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ ഇവരെ നമ്മൾ നോക്കണമല്ലോ. ഇവര് എല്ലായിടത്തേക്കും ഓടിച്ചാടിയിട്ട് ഇവരെ നമുക്ക് ആർക്കും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. കുട്ടികളല്ലേ, എപ്പോഴും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണല്ലോ. നമ്മുടെ ഒരാളുടെ കണ്ണ് എപ്പോഴും വേണമല്ലോ എന്താണെന്ന് ചെയ്യും. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് പക്ഷെ നന്നായി കഴിച്ചൊക്കെ ചെയ്തു. പക്ഷെ എന്നാലും നമുക്ക് എൻജോയ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ പോകേണ്ട തിരക്ക് ഓരോ ഫാമിലി പോയി തുടങ്ങി. നമ്മളും എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മളും ഇറങ്ങിയിട്ട് ഒരു 10 മണിയായിട്ട് നമ്മൾ ഇറങ്ങിയത്. വീടെത്തിയപ്പോൾ തന്നെ 11 മണിയാവുകയും ചെയ്തിട്ട് ആകെ ക്ഷീണമായി. പിന്നെ എല്ലാവർക്കും വീടെത്തിയതേ ഓർമ്മയുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ കിടന്നുറങ്ങി. 2 ദിവസത്തെ ക്ഷീണം ഉണ്ടല്ലോ എല്ലാവർക്കും.